ഹലോ, എല്ലാ കൂട്ടുകാർക്കും edu.com സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ചാപ്റ്റർ 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പാഠഭാഗത്തിലോട്ട് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അന്തരീക്ഷ താപനിലയെക്കുറിച്ചായിരുന്നു. അപ്പോൾ താപനില അളക്കുന്ന ഉപകരണം മുതലാണ് നമ്മളിനി നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ കഴിയും. ചിത്രം 1.2. അപ്പോൾ അതിൽ മാക്സിമം മിനിമം തെർമോമീറ്ററിൻ്റെ പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താപനിലയൊക്കെ അളക്കുന്നത്. അപ്പോൾ രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ചിട്ട് തയ്യാറാക്കുന്ന പ്രത്യേക തരം ഉപകരണങ്ങളാണ് മാക്സിമം മിനിമം തെർമോമീറ്ററുകൾ. തെർമോമീറ്റർ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയും നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ തെർമോമീറ്റർ വെച്ച് റീഡ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊക്കെയാണ് നമ്മളത് വായിക്കുക കേട്ടോ. അപ്പോൾ താപനില ഇപ്പോൾ ഫാരൻഹീറ്റിൽ നമ്മൾ അളക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ ഖരാംഗം നമ്മൾ അളക്കുകയാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, അതിൻ്റെ തിളനില എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയുക. സെൽഷ്യസിലാവുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസും, അതായത് അതിൻ്റെ ഖരാംഗം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസും അത് തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇവിടെ തന്നിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിൽ ഒരു താപനില തന്നാൽ അത് ഫാരൻഹീറ്റിലോട്ട് മാറ്റാനും ഫാരൻഹീറ്റിൽ തന്നാൽ അടുത്ത് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ അങ്ങനെ താഴെ തന്നിട്ടുണ്ട്. അപ്പം നോക്കാം നമുക്കൊന്ന്. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ ഒരു താപനില തന്നു. അപ്പം ഫാരൻഹീറ്റിക്ക് മാറ്റാൻ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 എന്നുള്ള, അപ്പോൾ ഒരു നിശ്ചിത താപനില ഡിഗ്രി സെൽഷ്യസിൻ്റെ അവിടെ കൊടുക്കുക ഇൻറ്റു 9/5. 9/5 എന്നുള്ള നിശ്ചിത ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഖ്യയാണ് കേട്ടോ. 9/5 പ്ലസ് 32 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, അത് ഡിഗ്രി സെൽഷ്യസ് തന്നാൽ ഫാരൻഹീറ്റിലോട്ട് മാറ്റാനുള്ളതാണ്. ഇനി ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന താപനില, ആ താപനിലയുടെ അളവ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു തന്ന സംഖ്യ, അതായത് ഫാരൻഹീറ്റ് എന്നുള്ളിടത്ത് അവിടെ എത്രയാണോ ഫാരൻഹീറ്റ് തന്നിട്ടുള്ളത് ആ സംഖ്യ -32 ഇൻറ്റു 5/9. അപ്പോൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഇക്വേഷനാണ് ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലോട്ടും ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ടും മാറ്റാനുള്ള ഇക്വേഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ പേജ് നമ്പർ 11 ചൂടും താപനിലയും എന്ന് പറയുന്നൊരു കോളം കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ചൂട്, എന്താണ് താപനില എന്നിവിടെ പറയുന്നുണ്ട്. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജ്ജമാണ് ചൂട്. തന്മാത്രയുടെ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജ്ജമാണ് ചൂട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഏകകം എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് കേട്ടോ. താപനില എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില. ഓക്കെ, ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോൽ അളക്കുന്നത് ഏതിലാണ്? താപനില യൂസ് ചെയ്തിട്ടാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ എന്നീ സ്കെയിലുകളിലാണ് ഇത് അളക്കുന്നത്. അപ്പോൾ താപനില അളക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് നല്ല 2 ടേമുകളാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ദൈനിക താപാന്തരം എന്താണെന്ന് കണ്ടെത്താനും ശരാശരി ദൈനിക താപനില കണ്ടെത്താനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ വരും. അപ്പോൾ ഈ ഭാഗം നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൂടിയ താപനില കുറഞ്ഞ താപനില എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവ് അല്ലെങ്കിൽ താപനിലയും എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയൊക്കെ ചേർത്തിട്ട് ഒരു ദിവസത്തെ എങ്ങനെ കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. എന്താണ് ദൈനിക താപാന്തരം എന്ന ഡെഫിനിഷൻ? 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇത് എഴുതി വെക്കുക. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസമാണ് ദൈനിക താപാന്തരം. കണ്ടെത്തുന്നത് ദൈനിക താപാന്തരം ഈസ് ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. വ്യത്യാസം നമ്മൾ എങ്ങനെയാണ് മൈനസ് ചെയ്യലാണ് അല്ലേ. അപ്പോൾ കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈനിക താപാന്തരം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ടേമാണ് ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. ഒരു ദിവസത്തെ ശരാശരി താപനില, അതിനെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദൈനിക ശരാശരി താപനില ഇസ് ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2.
ഈ രണ്ട് ഇക്വേഷനും വൃത്തിക്ക് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പ്രദേശത്തെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണെന്ന് സങ്കല്പിച്ച് ദൈനിക താപാന്തരവും ശരാശരി ദൈനിക താപനിലയും കണക്കാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് കുറച്ചിട്ടുണ്ടെങ്കിൽ 8 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടുക, ആൻസറായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ദൈനിക താപാന്തരം 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തതായിട്ട് ദൈനിക ശരാശരി താപനില ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ദൈനിക ശരാശരി ഊഷ്മാവ് എന്ന് ചോദിച്ചാലും നമുക്ക് കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2 വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 36 പ്ലസ് 28/2 is equal to 64/2 is equal to 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ദൈനിക ശരാശരി താപനില കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും. പേജ് നമ്പർ 12 ഒരു മാപ്പാണെന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, അന്തരീക്ഷ താപനില സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥാ പഠനങ്ങൾക്ക് അന്തരീക്ഷ താപനിലയും എങ്ങനെയാണ് ബന്ധപ്പെട്ടെടുക്കുന്നത്? കാലാവസ്ഥ എന്ന് പറഞ്ഞ് മാറുന്നത് അന്തരീക്ഷ താപനിലക്ക് അനുസരിച്ചാണെന്ന് നമുക്കറിയാം അല്ലേ. ആ താപനില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതിലുള്ള വേരിയേഷനാണ് നമ്മുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. മഴ പെയ്യുന്നതും മഴ പെയ്യാതിരിക്കുന്നതും അല്ലേ, അങ്ങനെയുള്ള കാറ്റ് വീശുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നമുക്കറിയാം. പ്രധാനപ്പെട്ടൊരു ടേം പറയുന്നുണ്ട്, ഐസോതേമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സമതാപരേഖകൾ. എന്താണ് സമതാപരേഖകൾ എന്ന് പറയുന്നുണ്ട്? എന്താണെന്ന് വെച്ചാൽ ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് പറയുക. അപ്പോൾ ഒരേ താപനില, ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു താപനിലയാണെങ്കിൽ വേറൊരു പ്രദേശത്ത് അതേ താപനിലയില്ലെങ്കിൽ അവ രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. ഓക്കെ, അങ്ങനെയുള്ള രേഖകളെ സമതാപരേഖകൾ എന്നാണ് വിളിക്കുന്നത്. രേഖകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ആ ഒരു പ്രദേശങ്ങളെ അല്ലെ, അതൊരു സാങ്കല്പിക രേഖയാണ് കേട്ടോ, അതൊരു സാങ്കല്പിക രേഖയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നത്. ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും 0 ഡിഗ്രി സെൽഷ്യസ് ആ അളവിലുള്ള താപനില വരുന്ന പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ് ഒരു ലൈന് പോകുന്നത് കണ്ടോ. അതിൻ്റെ മുകളിൽ 12.5 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ അതിൻ്റെ അടിയിൽ 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഓരോ പ്രദേശങ്ങളെ തമ്മിൽ ഓരോ വൻകരകളാണ്, ആ വൻകരകളിലെ ഓരോ പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ ഒരു ലൈനുകളൊക്കെ പോകുന്നത്. ഡിയിൽ ആഗോളതാപ വിതരണം ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കുന്ന ഒരു മാപ്പിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. സമതാപ രേഖാ ഭൂപടമാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മാപ്പിൽ ഈ ഭൂമിയുടെ നടുവിലൂടെ അല്ലെങ്കിൽ മധ്യത്തിലൂടെ ഒരു രേഖ ഒരു ലൈന് വരച്ച് കണ്ടോ, കുറച്ച് ഡാർക്ക് ആയിട്ട് തിക്നെസ് ഉള്ള ഒരു ലൈന് വരച്ച് കണ്ടോ. ഭൂമധ്യരേഖ എന്നാണ് അതിന് പറയുക അല്ലേ. ഭൂമധ്യരേഖ ഭൂമിയുടെ മധ്യത്തിലൂടെ പോകുന്നത് അല്ലേ. ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്ന് ഭൂമിയെ രണ്ടായി പിളർത്തുന്ന രേഖ അല്ലേ, ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഈ ലൈന് പോണത് നേരെ പോവുകയാണ്, മറ്റുള്ള ലൈന് പോകാനല്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെയാണ് നേരെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ മാപ്പ് നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. ഇതിപ്പോൾ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന ആ ഒരു ലൈനുകൾ സമതാപരേഖ അല്ലെങ്കിൽ ആ ഒരു രേഖ പോണത് അതിൻ്റെ ഡിഗ്രിയൊക്കെ എങ്ങനെയാണ്, കുറച്ച് കൂടുതലാണ്. 30, 10, 20 അല്ല 20 എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഭൂമധ്യരേഖയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് അകലേക്കിട്ട് പോകുമ്പോൾ അതിൻ്റെ ആ സംഖ്യയിലൊക്കെ ചെറിയൊരു വേരിയേഷൻ വരണം. എന്താ കുറഞ്ഞ് വരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത്? ഭൂമധ്യരേഖയിൽ നിന്നും അകലും തോറും താപനില പൊതുവേ കുറഞ്ഞു വരുന്നത് കണ്ടില്ലേ. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ചൂട് അല്ലെങ്കിൽ താപം നേരിട്ട് ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ പതിക്കും. പക്ഷേ അങ്ങോട്ട് മുകളിലോട്ട് ധ്രുവങ്ങളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു വളവൊക്കെ വരും. അപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, അധികം പതിക്കില്ല. സൂര്യപ്രകാശം അധികം ആ ഭാഗത്തോട്ട് തട്ടുന്നില്ല. അപ്പോൾ നേരിട്ട് തട്ടുന്ന ഭാഗത്ത് നല്ല താപനില ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യും, താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രം 1.4 കാണുന്നുണ്ട്. സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ലംബമായി തന്നെ കുത്തനെ പതിക്കുന്നത്. അപ്പോൾ സൂര്യരശ്മികൾ കണ്ടോ നേരെ ആരോ ഇട്ടിട്ട് നേരെ പതിക്കുന്ന കുത്തനെ പതിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നേരിട്ട് പതിക്കുന്ന ഭൂമിയുടെ മധ്യത്തിലുള്ള ആ ഒരു ഏരിയയിൽ എന്തായിരിക്കും, താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലേ. ഗോളാകൃതി ആയതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലോട്ട്, അതായത് ആ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞ് 2 ധ്രുവങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഏരിയയിലേക്ക് സൂര്യരശ്മികൾ എന്ത് ചെയ്യും, ചെരിഞ്ഞ് പതിക്കും. കൂടുതൽ ചെരിഞ്ഞിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ, ഈ 2 ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ബേസിലാണ് താപീയ മേഖലകൾ ഉണ്ടാവുന്നത്. താപീയ മേഖല, അപ്പോൾ താപം കുറഞ്ഞ മേഖല, കൂടിയ മേഖല എന്നൊക്കെ പറഞ്ഞുള്ള താപീയ മേഖലകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ താപീയ മേഖലകൾ എന്നിവിടെ പറയുന്നുണ്ട്. ഓരോ താപീയ മേഖലക്കും ഒരു ബൗണ്ടറി ഉണ്ട്, അതായത് നിശ്ചിത ഒരു പാത ഉണ്ട്. ആ പാതക്ക് അപ്പുറത്തേക്ക് മറ്റൊരു താപീയ മേഖലയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭൂമിയുടെ മധ്യത്തിലൂടെ പോണ ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ് അല്ലേ. 0 ഡിഗ്രി ഭൂമധ്യരേഖയാണ് മധ്യത്തിലൂടെ പോണത്. അതിന് മുകളിലോട്ടും ഉണ്ട്, താഴേക്കും ലൈനുകൾ പോകുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുകളിലോട്ട് ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് നോർത്ത് സൈഡിലാണ്. അപ്പോൾ നോർത്തിലോട്ട് പോകുന്നത് ഉത്തരായന രേഖയാണ്. ഇനി അതേ അളവിൽ തന്നെ താഴെയുണ്ട് ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക് അല്ലേ, സൗത്തിലോട്ട് പോണത്. അപ്പോൾ നോർത്തിലോട്ടും സൗത്തിലോട്ടും ഓരോ ലൈനുകൾ, ഒരു ബൗണ്ടറികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് മുകളിലോട്ട് പോണതാവുമ്പോൾ, അല്ലെങ്കിൽ ഉത്തര ഏരിയയിലോട്ട് പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വടക്കൻ മേഖലകളിലോട്ട് പോകുകയാണെങ്കിൽ ഉത്തരായന രേഖയെന്നും താഴെ ദക്ഷിണായന രേഖയെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ 23.5 ഡിഗ്രിയും താഴെയും അതേപോലെ 23.5 ഡിഗ്രിയും. ഒന്ന് വടക്കാണെങ്കിൽ മറ്റൊന്ന് തെക്കായിരിക്കും. ഉത്തരായന രേഖയിൽ നിന്നും വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ അവിടെ ആർട്ടിക് വൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. അതുവരെയുള്ള ആ ഒരു ഏരിയ അറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തമാണ്. ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്കാണ് ആർട്ടിക് വൃത്തം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ദക്ഷിണായന രേഖയിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ അന്റാർട്ടിക് വൃത്തം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അന്റാർട്ടിക് വൃത്തം അതും 66 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ആർട്ടിക് വൃത്തമെന്നും താഴോട്ട് പോകുമ്പോൾ അന്റാർട്ടിക് വൃത്തമെന്നും അറിയപ്പെടുന്നു. ഇത് രണ്ടും സെയിം ആണ്. 66 ഡിഗ്രി മുകളിൽ വടക്കാണ്, 66 ഡിഗ്രി താഴെ തെക്കാണ്. പിന്നീട് 90 ഡിഗ്രി വടക്ക് എന്നും 90 ഡിഗ്രി തെക്ക് എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവുമാണ്. അപ്പോൾ ധ്രുവങ്ങളിൽ മുകളിലാണെങ്കിൽ ഉത്തര ധ്രുവം, താഴെയാണെങ്കിൽ ദക്ഷിണ ധ്രുവം. തെക്ക് ഭാഗത്ത് ഉത്തര ധ്രുവമാണ്, തെക്ക് ഭാഗത്ത് ദക്ഷിണ ധ്രുവം എന്നും അറിയപ്പെടും. പേജ് നമ്പർ 14 കൃത്യമായിട്ട് ഏതൊക്കെയാണ് താപീയ മേഖലകളെന്ന് കൊടുത്തിട്ടുണ്ട്. ചിത്രം 1.5 നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നടുവിലൂടെ 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ നിന്നും മുകളിലോട്ട് ഉഷ്ണമേഖല, താഴോട്ടും വരുന്നത് ഉഷ്ണമേഖല. മേഖല എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഏരിയയാണ്, ചൂടുള്ള മേഖലയാണ്. കാരണം എന്താണ്, സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് തന്നെ ഭൂമധ്യരേഖയിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുകളിലും താഴെയുള്ള ഏരിയകളിൽ നന്നായിട്ട് ചൂടുണ്ടാവും, നന്നായിട്ട് താപനില ഉയരുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയും തൊട്ട് താഴെയായിട്ട് 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖയും നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിന് മുകളിലായിട്ടുള്ള ഏരിയയാണ് ഉത്തരമിതോഷ്ണ മേഖല. അപ്പോൾ 23.5 ഡിഗ്രി വടക്ക് മുകളിലായിട്ടുള്ളതാണ് ഉത്തരമിതോഷ്ണ മേഖല. 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണമിതോഷ്ണ മേഖല എന്നും അറിയപ്പെടും. അപ്പോൾ ഇവിടെ ഉഷ്ണമേഖലയെ അപേക്ഷിച്ച് താരതമ്യേന ഉത്തരമിതോഷ്ണ മേഖലകളിൽ ചൂട് കുറവാണ്. കാര്യം എന്താണ്, ഇവിടെ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം പതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ഒരു മിതമായിട്ടുള്ള താപനിലയായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം എന്നും 66 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം എന്നുള്ള ഒരു ബോർഡർ നമുക്കത് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിന് മുകളിൽ ആയിട്ടുള്ള ഏരിയയാണ് ഉത്തര ശൈത്യമേഖല. ശൈത്യം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ഏരിയയാണ്. താഴെ 66 ഡിഗ്രി തെക്കിൽ ദക്ഷിണ ശൈത്യമേഖലയാണ് ഉള്ളത്. അപ്പോൾ താഴെയും മുകളിലുമായിട്ട് ധ്രുവ പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ നല്ല തണുത്ത ഏരിയയാണ് ഉള്ളത്. ഏരിയകളിലോട്ട് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് പതിക്കുന്നില്ല, ഇങ്ങോട്ട് കുറച്ചുകൂടെ ചെരിഞ്ഞിട്ടാണ് പതിക്കുക. അപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം ഇങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ താപനില ഈ ഭാഗങ്ങളിൽ വളരെ കുറവായിരിക്കും. സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നത് കൊണ്ട് തന്നെ ഒരേ അളവിലുള്ള ഊർജ്ജം കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിക്കുകയും താപനില കുറയുകയും ചെയ്യും. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷമാണ്. സൂര്യരശ്മികൾ ധ്രുവങ്ങളിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ യാത്രയിൽ അന്തരീക്ഷത്തിലെ കണികകളുമായി കൂട്ടിയിടിച്ചിട്ട് താപം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിൽ
ഹിമവും അതുപോലെ മഞ്ഞും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവ സൂര്യരശ്മികളെ പ്രതിഫലിപ്പിക്കുകയും താപം ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും സൂര്യരശ്മികളുടെ ലംബത കുറയുന്നതും പിന്നെ അന്തരീക്ഷത്തിലൂടെയുള്ള ദൂരവ്യത്യാസം, ഹിമത്തിൻ്റെ സാന്നിധ്യവുമാണ് താപനില കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊന്നും നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഭൂമധ്യരേഖയുടെ അടുത്ത ഭാഗങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത ചെരിഞ്ഞ് പതിക്കുന്ന ഏരിയകളിൽ, ധ്രുവപ്രദേശങ്ങളൊക്കെ അടങ്ങിയ ആ ഒരു മേഖലകളിൽ താപനില വളരെ കുറവായിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ചെരിഞ്ഞ് പതിക്കുന്നതാണ്, പ്രകാശം ചെരിഞ്ഞ് പതിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലാക്കാം, അക്ഷാംശീയ സ്ഥാനം താപനിലയിൽ വ്യതിയാനം ഉണ്ടാക്കുന്നതിന് സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. ഈ കൂട്ടുകാരെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് താപനിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പോൾ അതെങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം താപനിലയെ സ്വാധീനിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചിത്രം 1.6 താപനില കുറവ്, താപനില കൂടുതൽ, ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന വർധനവും കുറവും ഇവിടെ ഒരു ഗ്രാഫിക് ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും? താപനില കുറയുകയാണ് ചെയ്യുക. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ്, 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു കിലോമീറ്റർ 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയും. അടുത്ത കിലോമീറ്റർ വീണ്ടും അതേപോലെ 6.4, അങ്ങനെ കുറഞ്ഞ് വരുന്ന രൂപത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അപ്പോൾ ക്രമമായിട്ടുള്ള താപനഷ്ടം വരികയാണ്. കാര്യം എന്താ? 6.4 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ താപനില കുറഞ്ഞ് വരികയാണ്. അപ്പോൾ മുകളിലെത്തുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും, താഴെ എന്തായിരിക്കും? നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരിക. അപ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് പോകുന്നതോറും ഓരോ കിലോമീറ്റർ അനുസരിച്ച് എന്ത് ചെയ്യും? അപ്പോൾ നഷ്ടമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിത്രം 1.6 നിരീക്ഷിച്ച് ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന കുറവ് മനസ്സിലാക്കൂ. 6 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില എത്രയായിരിക്കുമെന്ന് കണക്കാക്കി ചിത്രത്തിൽ എഴുതി ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. 2-2.0 ഡിഗ്രി സെൽഷ്യസ് 5 കിലോമീറ്ററിലെത്തുമ്പോൾ ഇത്രയും കാണിക്കുമ്പോൾ 6 കിലോമീറ്റർ ആണെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 6.4 ഇതിൽ നിന്നും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് -8.4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാര്യം എന്താ? 2.0 മൈനസ് 6.4 നമുക്ക് എത്ര കിട്ടുന്നത്? -8.4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 15 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ എങ്ങനെയാണ്? ഉയർന്ന പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയരം കൂടുന്തോറും താപനില എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മീറ്റർ കൂടുന്തോറും ക്രമമായിട്ടുള്ള താപനഷ്ടം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറവായിരിക്കും. പറയുന്നത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് താപനിലയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ചിട്ട് കരഭാഗം എന്ത് ചെയ്യും? വേഗം ചൂടാവും. അപ്പോൾ സമുദ്രത്തെ നോക്കുകയാണെങ്കിൽ കടലിനെ അപേക്ഷിച്ചിട്ട് കരയായിരിക്കും വേഗം ചൂടാവുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നത് ഏതാണ്? കരയാണ്. പക്ഷേ കടൽ എങ്ങനെയായിരിക്കും? കടൽ സാവധാനം ചൂട് പിടിക്കുകയും ചെയ്യും, സാവധാനം തണുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് പിടിക്കുന്നതിനെ കൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ചിട്ട് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം, അതായത് കാലത്തുള്ള താപം വളരെ കൂടുതലും, ശൈത്യകാലത്ത് അതായത് തണുപ്പ് കാലത്ത് അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. കാരണം എന്താണ്? ചൂട് കാലത്ത് നല്ല കര പെട്ടെന്ന് ചൂടാവും ചെയ്യും, അപ്പോൾ നല്ല താപം കൂടുതലായിരിക്കും അവിടെ. തണുപ്പ് കാലത്തോ കര പെട്ടെന്ന് നല്ല തണുക്കും ചെയ്യും, ആ സമയത്ത് അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് സമുദ്രത്തിൽ നിന്നുള്ള അകലം എങ്ങനെയാണ് താപനിലയിൽ വ്യത്യാസം വരുത്തുന്നത് എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ വ്യതിയാനം വരാൻ കാരണം എന്തൊക്കെയാണെന്ന് നോക്കുക. ചിത്രം 1.7 നമ്മൾ നോക്കിയാൽ ഒരു ഭൂപടം കാണാൻ കഴിയും. കാറ്റുകൾ വീശുമ്പോൾ താപനിലയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും അല്ലേ? അപ്പോൾ സമുദ്ര തീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും
തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും വീശുന്ന കാറ്റുകൾ താപനില മിതമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന കാറ്റുകൾ, കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്, ഇനിയുള്ള ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റുകൾ എന്ത് ചെയ്യും, താപനില ഒരു ക്രമമായിട്ട് നിലനിർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും, സമുദ്രനിരപ്പിൽ നിന്ന് അല്ലെങ്കിൽ കരയിലേക്ക് പോകുമ്പോഴും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പകൽ എന്ത് ചെയ്യും, ചൂട് വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. പറഞ്ഞതെന്താണ്, സമുദ്ര സ്വാധീനം കുറഞ്ഞു പോകുന്ന മേഖലകളിൽ പകൽ എന്ത് ചെയ്യും, ചൂട് ഭയങ്കരമായിട്ട് കൂടും, രാത്രി എന്ത് ചെയ്യും, ചൂട് കുറയുകയും ചെയ്യും.